to Simis Nadan Kitchen. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ദീപാവലി സ്പെഷ്യലാണ്. ദീപാവലി സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ അറിയാലോ, സ്വീറ്റ് ഐറ്റം തന്നെയാണ് കേട്ടോ. അതിന് ഞാൻ ഉണ്ടാക്കുന്നത് റവ ലഡു ആട്ടോ. റവ ലഡു ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത് അതിനേക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു റവ ലഡു ആട്ടോ. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള റവ ലഡു ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കുട്ടപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടപ്പായി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു പാത്രം ചൂടാക്കാം. ഇതിലേക്ക് 1 കപ്പ് റവ ഇടാം. ഇത് 250 ml ആണ്. ഇത് വറുത്ത റവയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ 250 ml ഒരു അളവ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും അളവെടുക്കാം കേട്ടോ. അപ്പോൾ ഏത് ഒരു ഗ്ലാസ്സിലാണെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ ആയിരിക്കണം ഇനി പറയുന്ന എല്ലാ സാധനങ്ങളും അളക്കേണ്ടത് കേട്ടോ. ഈ ഒരു കളറ് മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന്. അതുപോലെ ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ തീയിൽ, അതായത് ഒരു മീഡിയം ഹീറ്റിലിട്ട് വേണം ഇതിനെ റോസ്റ്റ് ചെയ്യാനായിട്ട്. ഈ റവ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് പാലാണ്. ഇത് 250 ml 2 കപ്പ്. ഈ പാലിനെ തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ആർച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ ചെറിയ ചൂടുണ്ട്, നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പരുവം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് നമുക്ക് ഈ പാലിലേക്ക് ചേർക്കേണ്ടത്. ഇത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പൊടി ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇളക്കുവാണെങ്കിൽ കട്ട പിടിക്കത്തില്ല കേട്ടോ. നമ്മൾ ഉപ്മാവിനൊക്കെ ചെയ്യത്തില്ലേ അതുപോലെ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു 20 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രഷ് തേങ്ങ കേട്ടോ. ഇത് 1 കപ്പുണ്ട്. ഈ തേങ്ങ ഞാൻ ചിരകിയതിന് ശേഷം ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തു കേട്ടോ. ഇതൊരു ചെറിയ പൊടിയായിട്ടാണ് കിട്ടേണ്ടത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. എന്താണെങ്കിലും നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കുമ്പോഴാണ് ഇത് ഈ തേങ്ങയുടെ ഫ്ലേവർ നന്നായിട്ട് പുറത്തേക്ക് വരുന്നത്. ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എണ്ണയൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ തേങ്ങയ്ക്ക് കിട്ടുന്നത്. ചെറിയൊരു കളർ ചേഞ്ച് വരണം കേട്ടോ. റവയുടെയൊക്കെ ഒരു കളർ കണ്ടിട്ടില്ലേ, ആ ഒരു കളറിലേക്കാണ് ഇത് ആകേണ്ടത് കേട്ടോ. അതുപോലെ ഇത് ചൂടാക്കുമ്പോൾ മീഡിയം ഹീറ്റിൽ തന്നെ ഇട്ടിട്ടാണ് ചൂടാക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഈ തേങ്ങയും ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് എടുത്തിട്ട് കയ്യിലിങ്ങനെ ആക്കുമ്പോൾ എണ്ണ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആ ഒരു പരുവാണ്. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വേണ്ടത് പഞ്ചസാര 1/4 കപ്പ്. ഇതിലേക്ക് ഒരു 5 ഏലക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന റവ ഒന്ന് കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. നമ്മൾ ഇതിൽ റവ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പാൽക്കോവയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇതിനെ മീഡിയം ഹീറ്റിലിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. ഇത് റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ടൈറ്റ് ആവുക. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഇത് മീഡിയം ഹീറ്റിലിട്ട് തന്നെ ഇതിനെ ഒന്ന് യോജിപ്പിക്കണം കേട്ടോ. അതായത് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് തുടങ്ങി. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഈ മാവും നല്ല സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കണേണ്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. അതിനുശേഷം വീണ്ടും അതൊന്ന് യോജിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് ഇങ്ങനെ പൊടിച്ച് കൊടുക്കുകയും വേണം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാവ് ഇങ്ങനെ പൊടി കണക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പാലൊക്കെ നന്നായിട്ട് വറ്റി ഇതുമായിട്ട് ചേർന്നു. അപ്പോൾ ഈ റവയിലേക്ക് ആ പാലും നെയ്യൊക്കെ നന്നായിട്ട് ചേർന്ന് ഇപ്പോൾ ഇത് പൊടി പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് പൊടിച്ചത്, അതൊന്ന് ചെറുതായിട്ട് ഒരു ബ്രൗൺ നിറാകണം. ഇത് ഒന്ന് നല്ലതായിട്ട് പൊടിച്ച് ചേർത്തോളൂ കേട്ടോ. അതായിരിക്കും ലഡുവിന് നല്ലത് കേട്ടോ. ഇപ്പോൾ ഇതിൽ നമുക്ക് കശുവണ്ടി മാത്രമല്ല ബദാമോ പിസ്തയോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് മൂത്തിട്ടുണ്ട്. ഈ മുന്തിരിയും കൂടി ചേർക്കുന്നുണ്ട്.
ഓഫ് ചെയ്യാം. പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിൽ ഏലക്കയും കൂടി ചേർത്താട്ടോ പൊടിച്ചേക്കണത്. അപ്പോൾ ഏലക്ക സെപ്പറേറ്റ് പൊടിച്ച് വെച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും കൂടി ചേർക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ ഈ റവയ്ക്ക് ചൂടുണ്ട് കേട്ടോ. ചെറിയ ചൂടുള്ളപ്പോൾ തന്നെയാണ് ഇതെല്ലാം ചേർക്കേണ്ടത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കാം. ചൂട് ഉള്ളപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ചേർന്നോളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കുന്നത് എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിതിന് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വിട്ടുമ്പോൾ ഒരുപാട് ടൈറ്റ് ആക്കണ്ട. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ഹാർഡാവും കേട്ടോ. ഇത് കണക്ക് നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം പതുക്കെ. അപ്പോൾ ഞാനിതാ എല്ലാം നല്ല ബോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. റവ ലഡു ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടല്ലേ, ഇത് നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ റവ ലഡുവിൻ്റെ അത്രയും ഹാർഡായിരിക്കത്തില്ല കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണിത്. ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് സെറ്റാകും കേട്ടോ. ഇത് 3-4 ദിവസം വരെ ഇത് കേടുകൂട്ടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. അപ്പം ഇതുപോലെ ഒന്ന് ദീപാവലിക്ക് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ചെയ്ത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.